ബോളിവുഡിലെ ഈ വർഷത്തെ സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ കളക്ഷൻ റെക്കോർഡുകളും പിന്തള്ളി മലയാളത്തിന്റെ എമ്പുരാൻ. മലയാള സിനിമയുടെ ബോക്സ് ഓഫീസിൽ എമ്പുരാനോളം അതിവേഗം കുതിച്ച ചിത്രങ്ങൾ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. വെറും 2 ദിവസങ്ങൾക്കുള്ളിലാണ് ചിത്രം 100 കോടി ക്ലബിൽ ഇടം പിടിച്ചത്. ആദ്യ വാരാന്ത്യ കളക്ഷൻ എത്തിയപ്പോൾ ചിത്രം ഈ വർഷത്തെ ഇന്ത്യൻ ലിസ്റ്റിൽ തന്നെ 1ാം സ്ഥാനം നേടിയെടുത്തിരുന്നു. എന്നാൽ വാരാന്ത്യം പിന്നിട്ടപ്പോഴും ജനത്തെ കൂട്ടത്തോടെ തിയേറ്ററുകളിലേക്ക് എത്തിക്കുന്നത് തുടരുകയാണ് ചിത്രം. ബുക്ക് മൈ ഷോ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമിലൂടെ ആദ്യ ദിവസം ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റുപോയ ഇന്ത്യൻ സിനിമയായി മാറാൻ എമ്പുരാന് കഴിഞ്ഞിരുന്നു. 2 ദിവസം കൊണ്ട് തന്നെ 100 കോടി ക്ലബിലും ചിത്രം കയറിയിരുന്നു. മോളിവുഡിൽ ആദ്യ ദിനം തന്നെ 50 കോടി നേടിയ ആദ്യ ചിത്രം എന്ന നേട്ടത്തോടെയാണ് എമ്പുരാൻ തുടങ്ങിയത്. കേരളത്തിലെ ഏറ്റവും ഉയർന്ന ആദ്യദിന കളക്ഷൻ എന്ന നേട്ടം സ്വന്തമാക്കിയ എമ്പുരാൻ വീക്കെൻഡ് കളക്ഷനിലും 1ാം സ്ഥാനത്താണ്. ഇപ്പോഴിതാ ബോക്സ് ഓഫീസിൽ മറ്റൊരു നാഴികക്കല്ല് കൂടി പിന്നിട്ടിരിക്കുകയാണ് പൃഥ്വിരാജ് സുകുമാരന്റെ മോഹൻലാൽ ചിത്രം. ഏറ്റവും വേഗത്തിൽ 50, 100, 150 കോടി ക്ലബ്ബുകളിൽ ഇടം നേടിയ ചിത്രം ഇപ്പോഴിതാ 200 കോടിയും പിന്നിട്ട് മുന്നോട്ട് കുതിക്കുകയാണ്. ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ തന്നെയാണ് 200 കോടി ക്ലബിന്റെ പോസ്റ്റർ പുറത്തുവിട്ടത്. 200 കോടി കളക്ഷൻ നേടുന്ന 2ാമത്തെ മാത്രം മലയാള ചിത്രമാണ് എമ്പുരാൻ. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം മലയാളത്തിലെ എക്കാലത്തെയും വലിയ 2ാമത്തെ കളക്ഷൻ എന്ന നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് എമ്പുരാൻ. ടൊവിനോ തോമസ് നായകനായ 2018 എന്ന ചിത്രത്തെ മറികടന്നാണ് എമ്പുരാന്റെ നേട്ടം. 175.4 കോടിയായിരുന്നു 2028 ലൈഫ് ടൈം ബോക്സ് ഓഫീസ് നേട്ടം. വെറും 5 ദിനങ്ങൾ കൊണ്ടാണ് എമ്പുരാൻ ഇതിനെ മറികടന്നിരിക്കുന്നത്. ഒപ്പം 200 കോടി ക്ലബിൽ ഇടം പിടിക്കുകയും ചെയ്തു. ഔദ്യോഗികമായി തന്നെ അണിയറക്കാർ ഇക്കാര്യം അറിയിച്ചിട്ടുമുണ്ട്. മോഹൻലാലിന്റെ ആദ്യ 200 കോടി ക്ലബ് ചിത്രവുമാണിത്. മഞ്ഞുമൽ ബോയ്സ് മാത്രമാണ് മലയാളത്തിൽ എമ്പുരാന് മുന്നിൽ കളക്ഷനിൽ അവശേഷിക്കുന്നത്. 240 കോടിയാണ് മഞ്ഞുമലിന്റെ നേട്ടം. ആദ്യ വാരാന്ത്യത്തിന് ശേഷം പെരുന്നാൾ പൊതു അവധി ആയതിന്റെ ഗുണവും ചിത്രത്തിന് ഇന്ന് തിയേറ്ററുകളിൽ ലഭിച്ചിട്ടുണ്ട്. മികച്ച ഒക്കുപ്പൻസിയോടെയാണ് കേരളത്തിലും ബംഗളൂരു അടക്കമുള്ള നഗരങ്ങളിലും വിദേശ മാർക്കറ്റുകളിലും ചിത്രം പ്രദർശിപ്പിക്കുന്നത്. ചിത്രം റീസെൻസർ ചെയ്യുന്നതായി വാർത്ത വന്നതിന് പിന്നാലെ ശനിയാഴ്ച വൈകിട്ട് മുതൽ ടിക്കറ്റ് വിൽപ്പനയിൽ വലിയ കുതിപ്പ് നടന്നിരുന്നു. റീസെൻസർ ചെയ്ത പതിപ്പ് ഇന്ന് വൈകിട്ട് പ്രദർശനം ആരംഭിക്കുമെന്നാണ് കരുതപ്പെട്ടിരുന്നത്. എന്നാൽ പുതിയ പതിപ്പ് ഇനിയും തിയേറ്ററുകളിൽ എത്തിയിട്ടില്ല. ഇത് നാളെയോടെ പ്രദർശനം ആരംഭിക്കുമെന്നാണ് അറിയുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.